ഹരേ രാമ ഹരേ കൃഷ്ണ. ഇനി ദിവസങ്ങൾ മാത്രം. രാജകീയമായ ജീവിതം ഈ രാശിക്കാരുടെ അരികിലെത്തുന്നു. നിങ്ങൾ ആശിച്ച വീടും വാഹനവും സ്വന്തമാക്കുവാൻ സാധിക്കും. 2 മാസത്തേക്ക് ഈ രാശിക്കാർക്ക് ഒരു രീതിയിലും തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. രാജകീയ ജീവിതമാണ് നിങ്ങൾക്ക് വന്നെത്തുന്നത്. ജ്യോതിഷപരമായി ഗ്രഹങ്ങളുടെ രാശിമാറ്റം എല്ലാ രാശിക്കാരെയും ബാധിക്കും. ചിലരുടെ ജീവിതം വളരെ മാറി മറിയും. ഇതുവരെ അനുഭവിച്ചിരുന്ന നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും ഈ സമയത്ത് മാറുകയും ജീവിതത്തിലേക്ക് വളരെയധികം ഐശ്വര്യവും പുരോഗതിയും വന്നു ചേരുകയും ചെയ്യും. ശനി നമ്മുടെ ജീവിതത്തിൽ മോശം സ്ഥാനത്താണെങ്കിൽ നമുക്ക് വളരെ കഷ്ടപ്പാട് ഉള്ള ദിവസങ്ങളായിരിക്കും സമ്മാനിക്കുക. എന്നാൽ ശനിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാണ്. 30 വർഷത്തിന് ശേഷം ശനി കുംഭരാശിയിൽ പോരുട്ടാതി നക്ഷത്രത്തിൽ പ്രവേശിക്കുകയാണ്. ഇതോടെ ചില രാശിക്കാരുടെ സമയം തെളിയും. പിന്നീടുള്ള ദിവസങ്ങളിൽ വളരെയധികം ഉയർച്ച മാത്രമായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. നവഗ്രഹങ്ങളിൽ ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ശനി. 2.5 വർഷം കൊണ്ടാണ് ശനി തൻ്റെ രാശി മാറുന്നത്. നിലവിൽ ശനി കുംഭത്തിലാണ് സഞ്ചരിക്കുന്നത്. ശനിയുടൻ നക്ഷത്രമാറ്റം വരുത്തും. 2024 മെയ് 12 രാവിലെ 8:08 ശനി പോരുട്ടാതി നക്ഷത്രത്തിൻ്റെ 2ാം പാദത്തിൽ പ്രവേശിക്കുക. ഈ രീതിയിൽ ആഗസ്റ്റ് 18 വരെ ശനി അവിടെ തുടരുകയും ചെയ്യും. അതുവരെ ഒരു കാര്യത്തിനും നിങ്ങൾക്ക് തടസ്സം വരുന്നതല്ല. ശനിയുടെ രാശിമാറ്റം എല്ലാ രാശിക്കാരെയും ബാധിക്കുമെങ്കിലും 3 രാശിക്കാരുടെ ജീവിതത്തിലാണ് വൻ മാറ്റങ്ങൾ സമ്മാനിക്കുന്നത്. ഇനി ഏതൊക്കെ രാശിക്കാരുടെ ജീവിതത്തിലാണ് വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ പോകുന്നത് എന്ന് നോക്കാം. ആദ്യം ഇടവം രാശിക്കാരാണ്. ഇടവ രാശിക്കാർക്ക് വളരെ നല്ല സമയമാണ് വന്നു ചേരുവാൻ പോകുന്നത്. ശനി രാശി മാറുന്ന സമയത്ത് ഈ രാശിയിൽപ്പെട്ട വ്യക്തികൾക്ക് തൊഴിൽ രംഗത്തും ബിസിനസ് രംഗത്തും വലിയ നേട്ടങ്ങൾ സമ്മാനിക്കും. വളരെ അനുകൂലമായ സമയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ജോലി സ്ഥലത്ത് സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട്. മൊത്തത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. പുതിയ ജോലി അന്വേഷിക്കുവാൻ ഇത് മികച്ച സമയമാണ്. നല്ല വരുമാനം ലഭിക്കുന്ന ജോലി തന്നെ ഇടവം രാശിക്കാർക്ക് ഈ സമയത്ത് വന്നു ചേരുന്നതാണ്. ഇടവം രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടാകുന്ന സമയം തന്നെയാണ് ഇത്. ഇത് മാത്രമല്ല, സമ്പത്തും സൗന്ദര്യവും എല്ലാം ഇവർക്ക് ധാരാളമായി ഉണ്ടാകും. ശുക്രനാണ് ഇവരുടെ അധിപൻ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും ഇടവം രാശിക്കാർക്ക് വന്നു ചേരുന്നതാണ്. വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന രാശിക്കാരായതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും എക്കാലവും നിലകൊള്ളുന്നതാണ്. പ്രിയപ്പെട്ടവരായിരിക്കും ഇവർ എല്ലാവർക്കും. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മിഥുന രാശിക്കാർക്ക് ഈ നേരത്ത് ജോലിയിൽ വളരെയധികം പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും. പ്രമോഷന് സാധ്യതയുണ്ട്. നിങ്ങളുടെ അധ്വാനത്തിനുള്ള ഫലം നിങ്ങൾക്ക് ഉറപ്പായും വന്നു ചേരുന്നതാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് മുന്നിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്യാൻ സാധിക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് വന്നെത്തുന്നത്. വലിയൊരു ലാഭം വന്നു ചേരുന്നതാണ്. എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ പിന്തുണ ഉണ്ടാകുന്നതാണ്. എല്ലാ ജോലികളിലും മികച്ച മാറ്റങ്ങളും അനുകൂല സാഹചര്യങ്ങളും വന്നു ചേരും. ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ധാരാളം യാത്രകൾ നടത്തേണ്ടതായി വരും. പല യാത്രകളും സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. മുടങ്ങിക്കിടന്ന നിങ്ങളുടെ എല്ലാ ജോലികളും ഈ സമയത്ത് പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ വളരെയധികം വിജയത്തിലെത്തുവാൻ സാധിക്കും. പല വഴികളിലൂടെ പണം വന്നു ചേരും. ലാഭം മുൻനിർത്തി നിക്ഷേപങ്ങൾ നടത്തുവാൻ സാധ്യതയുണ്ട്.
എല്ലാ അർത്ഥത്തിലും ഭാഗ്യം അനുഭവപ്പെടുന്ന ഒരു കാലമായിരിക്കും ഇത്. ഓഹരി വിപണികളിലും സ്റ്റോക്ക് മാർക്കറ്റുകളിലും നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് പറ്റിയ സമയമാണ് നിങ്ങളുടെ മുന്നിൽ വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് മകരം രാശിക്കാരാണ്. മകരരാശിക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച നേരമാണ് ഇത്. ശനിദേവന്റെ അനുഗ്രഹം ഒരുപാട് നാൾ ഈ രാശിക്കാർക്കുണ്ടാകുന്നതാണ്. ഇവരുടെ നല്ല ദിനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. സാമ്പത്തികമായി പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തേക്ക് ഉയരും. ബിസിനസ്സിൽ നിങ്ങൾക്ക് വലിയൊരു ലാഭം വന്നു ചേരുന്നതാണ്. ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നും നിങ്ങൾക്ക് നേട്ടം വന്നു ചേരും. ശമ്പളം വളരെയധികം വർദ്ധിക്കുന്നതാണ്. നിങ്ങളുടെ മൊത്തത്തിലുള്ള ഉയർച്ചയും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്കുണ്ടായിരുന്ന വലിയ ആഗ്രഹങ്ങൾ ഈ സമയത്ത് സാധിക്കുന്നതാണ്. എടുത്തുചാട്ടം ഒരു കാരണവശാലും അരുത്. കോടതി സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ അനുകൂല മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്. ജോലിയിലെ പുരോഗതി നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതിന് തുല്യമായിരിക്കും. പണം സമ്പാദിക്കുവാനായി നിങ്ങൾ കൈക്കൊള്ളുന്ന ഏത് പദ്ധതിയിലും നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.